ഏകദേശം ഒരു 10-11 വർഷമായി ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓരോ വർഷവും ഓരോ സ്കൂളിലായതുകൊണ്ട് തന്നെ ഓരോ സ്കൂളിൽ നിന്നും എനിക്ക് പല പല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ സ്കൂളിലേക്കുള്ള യാത്ര എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും ഒത്തിരി ഇഷ്ടപ്പെട്ട സ്കൂളുമാണ്. ഇതിപ്പോൾ നമ്മളെ ഇൻ്റർവെൽ സമയമാണ്. ഈ സമയത്ത് നമ്മൾ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാനാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നത് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് കഴിക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ പാട്ട് പാടിയിട്ടും ഇതാ കണ്ടില്ലേ, നമ്മുടെ സ്റ്റാഫ് റൂം ഭയങ്കര സജീവമാണ്. എല്ലാവരും ഇൻ്റർവെൽ സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയും പേപ്പർ നോക്കുകയും അതേപോലെ തന്നെ സംസാരിക്കുന്നതൊക്കെ ഈ സമയത്ത് തന്നെയാണ് കേട്ടോ. പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതൊക്കെ ഈ സമയത്ത് തന്നെയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ സ്കൂളിൽ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം 2 ചാപ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്ററൊക്കെ എല്ലാ സബ്ജക്റ്റിലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്കൂളിൽ സാധാരണ പരീക്ഷ നടത്തുന്നുണ്ടായിരുന്നു. ഇത് സ്കൂൾ വിട്ടതിന് ശേഷം നമ്മൾ ടൈം എൻജോയ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ HM ആണ് കേട്ടോ, രശ്മി ടീച്ചർ, നമ്മുടെ സ്കൂളിലെ HM ആണ്, ടീച്ചറാണ് കേട്ടോ കളിക്കുന്നത്. അതേപോലെ നമ്മൾ PT സാറും നമ്മളെല്ലാവരും കൂടെ സ്കൂളൊക്കെ വിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ഷട്ടിൽ ബാറ്റൊക്കെ കളിച്ച് നമ്മൾ എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സ്കൂൾ തന്നെയാണ് കേട്ടോ ഇത്. സ്കൂളിന് ഒരുപാട് ഗവൺമെൻറ് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും സ്കൂൾ തുടങ്ങി ജൂലൈ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ 10 വർഷത്തോളമായി ഞാൻ വർക്ക് ചെയ്തത്. വരെ ഞാനൊരു ഗവൺമെൻറ് സ്കൂളുകളിൽ ഇങ്ങനെ ഒരു ചാപ്റ്റർ കഴിഞ്ഞ പഠനം സാധാരണ എക്സാം ആണോ നടക്കുന്നത്. അത് കുട്ടികളെ ഒരു ഹാളിലേക്ക് മാറ്റി നിർത്തി അവരുടെ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് നോർമൽ എക്സാം പോലെ എങ്ങനെയാണ് അതുപോലെ തന്നെ നടത്തുന്നത് കേട്ടോ. ഇത് നമ്മുടെ ജാബിർ സാറിൻ്റെ വക ഇടയ്ക്കൊക്കെ നമ്മൾ പലരും ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരും, നമ്മളിങ്ങനെ കഴിക്കും കേട്ടോ. അതേപോലെ നമ്മൾ ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യാം. ഒരുപാട് ഗായകരുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. നമ്മൾ ഓരോ സമയങ്ങളും നമുക്ക് കിട്ടുമ്പോഴാണ് എത്രത്തോളം കഴിവുള്ള ആളുകൾ ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ മാത്രമല്ല ബാക്കിയുള്ള കാര്യത്തിലും അവർ ഇൻവോൾവ് ആണ്, അവർക്ക് അതിനെല്ലാം കഴിവുണ്ടെന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ ആൻസി ടീച്ചർ നല്ല ഭംഗിയായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ആൻസി ടീച്ചറെ പാട്ടൊക്കെ കേട്ടാലും നമുക്ക് ആൻസി ടീച്ചറാണെങ്കിലും മസ്മി ടീച്ചറാണെങ്കിലും എല്ലാവരും ഞാനറിഞ്ഞ